ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വീഡിയോയിലും ഒക്കെ ഓപ്ഷൻ ബൈയിങ്, എങ്ങനെ ഇമോഷൻ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യാം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിനെ പറ്റിയാണ്. ഒരുപാട് പേർക്ക് അറിയാം എന്താണ് സ്വിംഗ് ട്രേഡ്, എന്നാൽ ചില ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് സ്വിംഗ് ട്രേഡ്. ഒരുപാട് പേർക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ അറിയാം, പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് ലാഭകരമായി ചെയ്യണം, എങ്ങനെ അതിൽ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യണം, എങ്ങനെ ഇമോഷൻ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അതിൻ്റെ അകത്ത് റൂളുകൾ പാലിക്കണം, മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യണം. സ്വിംഗ് ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് പേർക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഞാനിവിടെ പറയുന്നത് സ്വിംഗ് ട്രേഡ് ലാഭകരമാക്കാൻ ഒരു സ്വിംഗ് ട്രേഡ് എങ്ങനെ ചെയ്യാം, ആ സ്വിംഗ് ട്രേഡ് എങ്ങനെ ലാഭകരമായിട്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വിഷയം, സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ ചെയ്യണം. സ്വിംഗ് ട്രേഡ് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതായത് വളരെ ഷോർട്ട് ടൈം പീരീഡിലേക്ക് ഒരു ട്രേഡ് എടുത്ത് ഒരു 5%, 10%, 15%, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് മാക്സിമം എത്ര പ്രോഫിറ്റ് എടുക്കാം എന്ന ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ട്രേഡാണ് സ്വിംഗ് ട്രേഡ്. പൊതുവായിട്ട് പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് സ്വിംഗ് ട്രേഡിനെ കാണുന്നത്. പൊതുവായിട്ട് പറയുവാണെങ്കിൽ ഒരു സപ്പോർട്ട് ബേസിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോഴോ ഒരു സ്റ്റോക്കിൽ നമ്മളൊരു ബൈ പൊസിഷൻ എടുക്കുകയും അത്യാവശ്യം ഒരു റെസിസ്റ്റന്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു 5%, 10% പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഷോർട്ട് പീരീഡിൽ വിറ്റ് ലാഭം എടുക്കുന്ന ട്രേഡാണ് സ്വിംഗ് ട്രേഡ്. ഓരോരോ ആളുകൾക്കും പല പല വ്യാഖ്യാനങ്ങളാണ് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ് സ്വിംഗ് ട്രേഡ്. അപ്പൊ സ്വിംഗ് ട്രേഡ് എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അതായത് ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴോ ഒരു ബൈ എൻട്രി എടുക്കുകയും ഒരു ഷോർട്ട് പീരീഡിലേക്ക് അത് വെയിറ്റ് ചെയ്യുകയും അത്യാവശ്യം ഒരു പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ട്രേഡാണ് സ്വിംഗ് ട്രേഡ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം, സ്വിംഗ് ട്രേഡ് എങ്ങനെ ചെയ്യണം എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ള പലരും 100 രൂപയുടെ താഴെ അല്ലെ 50 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലെ 10 രൂപയുടെ താഴെ അല്ലെ 20 രൂപയുടെ താഴെ ഉള്ള സ്റ്റോക്കുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിലെന്ത് ചെയ്യും? മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. ആളുകൾ ഒരു പെർസെന്റേജ് ബേസിലല്ല മാർക്കറ്റിനെ കാണുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത്. പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ. നമ്മൾ ഓപ്ഷൻ പഠിച്ചു, എങ്ങനെ എടുക്കണമെന്ന് പഠിച്ചു. ഇതിലൊക്കെ പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സ്വിംഗിലും പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടന്റ് ആണ്. മണി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ. അതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 100 രൂപയുടെ താഴെ അല്ല 50 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കുകൾ കിട്ടുമ്പോൾ അതിൽ ചിലര് 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മടിയില്ല. അതേസമയം അത് 500 രൂപയുടെ മുകളിലേക്കുള്ള സ്റ്റോക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കും. 1000 രൂപയുടെ മുകളിലേക്കുള്ള സ്റ്റോക്കാണെങ്കിൽ ചിലർ ഇൻവെസ്റ്റ് ചെയ്യില്ല. ബിഗിനേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം. എന്നാൽ ബിഗിനേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. കൂടുതലും ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പ്രൈസ് ഉള്ള സ്റ്റോക്കുകൾ, ചില ആളുകൾ ചോദിക്കുന്നതാണ് 10 രൂപ താഴെയുള്ള സ്റ്റോക്കുകൾ ഉണ്ടോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക്, അല്ലെ 50 രൂപയുടെ താഴെയുള്ള സ്റ്റോക്ക് ഉണ്ടോ. അപ്പൊ അവർ മനസ്സിലാക്കുന്നത് അല്ലെ അവർ കാണുന്നത് എങ്ങനെയാണ്, ഞാൻ 1000 ഷെയർ എടുത്താൽ എനിക്ക് ഇത്ര പൈസ ആവുള്ളൂ, അത് 1 രൂപ കൂടി എനിക്ക് 1000 രൂപ കിട്ടും, 2 രൂപ കൂടി എനിക്ക് 2000 രൂപ കിട്ടും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം പെർസെന്റേജ് ബേസ് ആണ്.
അതായത് 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് അല്ലെ 50 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 5% കയറിയാൽ, അതുപോലെ 1000 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 5% കയറിയാലും ഇത് രണ്ടും സെയിമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ചെയ്യേണ്ടത് 50 രൂപ വിലയുള്ള സ്റ്റോക്ക് ആണെങ്കിലും 100 രൂപ വിലയുള്ള സ്റ്റോക്ക് ആണെങ്കിലും 500 രൂപ വിലയുള്ള സ്റ്റോക്ക് ആണെങ്കിലും 1000 രൂപ വിലയുള്ള സ്റ്റോക്ക് ആണെങ്കിലും അതിന് മുകളിലേക്ക് എത്ര രൂപ വിലയുള്ള സ്റ്റോക്ക് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണ്, ആ ക്യാപിറ്റലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് എത്രയാണ്, അതായിരിക്കണം നമ്മൾ എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഒരു സ്റ്റോക്കിനോടും മാനസികമായ ഒരു ഇമോഷന്റെയും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ട് ഉണ്ടാക്കിയ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് അതെങ്ങനെ ഡബിൾ ആക്കാം അല്ലെ ട്രിപ്പിൾ ആക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എത്രയും പെട്ടെന്ന് 1 ഇയർ കൊണ്ടോ 2 ഇയർ കൊണ്ടോ 3 ഇയർ കൊണ്ടോ. സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. 1 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള ഒരാള് ബാങ്കിൽ ഇട്ടാല് മാക്സിമം 8%, 8000 രൂപ കിട്ടും ഒരു വർഷം. അതിന്റെ ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒരു വർഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ ഒരിരട്ടി കിട്ടിയാൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കുക. 1 ലക്ഷം രൂപ 10 വർഷം ബാങ്കിൽ കിടക്കണം, അത് 2 ലക്ഷം രൂപയാണെങ്കിൽ ഇരട്ടിയാവണമെങ്കിൽ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോടെ മാർക്കറ്റിനെ സമീപിക്കുക, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ മാർക്കറ്റിൽ നിലനിൽപ്പും വിജയമുള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മൾ മാക്സിമം മാർക്കറ്റിൽ ട്രാപ്പായി പോവാണ്ടിരിക്കുക. അതാണ് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ മാർക്കറ്റിന്റെ കയറ്റിറക്കങ്ങളിൽ ട്രാപ്പായി പോവാണ്ടിരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം. എന്തൊക്കെയാണ് നിയമങ്ങൾ? നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അതുപോലെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാലോചിക്കുക. ഞാൻ എങ്ങനെയാണ് ഒരു സ്വിംഗ് അല്ലെ ഷോർട്ട് ടൈം ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മൾ പരാജയത്തിലാണോ? എന്തുകൊണ്ടാണ് നമ്മൾ പരാജയം സംഭവിക്കുന്നത്? നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നമുക്കുണ്ടാകുന്ന പരാജയങ്ങൾ എഴുതി വെക്കണം. വിജയങ്ങൾ എഴുതി വെച്ചില്ലെങ്കിൽ പരാജയങ്ങൾ എഴുതി വെക്കണം. എന്നാൽ അത് നമുക്ക് വലിയൊരു പാഠമാണ് വീണ്ടും അത് എടുത്തു നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിലും ചെയ്യണം. നമുക്കുണ്ടാകുന്ന പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബ്ലോക്ക് ആയിരിക്കുന്ന അവസരങ്ങൾ അത് എങ്ങനെ സംഭവിച്ചു, അത് നമ്മൾ തീർച്ചയായും എഴുതി വെക്കണം. എന്തും നമുക്കൊരു പഠനമാണ്. അങ്ങനെ പഠിച്ച് 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 1 വർഷമോ 2 വർഷമോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ മാസ്റ്റർ ആവുന്നത്. നമ്മൾ ഒരു റൂൾ ഫോളോ ചെയ്യുക. 50,000 ഉള്ള ആളാണെങ്കിലും 1 ലക്ഷം രൂപയുള്ള ആളാണെങ്കിലും 10 ലക്ഷം രൂപയുള്ള ആളാണെങ്കിലും 20 ലക്ഷം രൂപയുള്ള ആളാണെങ്കിലും 12,500 to 25,000 രൂപയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ മാക്സിമം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക. ചില ആളുകളുണ്ട് 5 ലക്ഷം രൂപ കയ്യിലുണ്ട്, 2.5 ലക്ഷം ഒരു സ്റ്റോക്കിലും 2.5 ലക്ഷം ഒരു സ്റ്റോക്കിലും ഇടും. റഷ്യ കൊണ്ട് യുക്രൈനിൽ ഒരു ബോംബ് ഇട്ടു, ഇതെല്ലാം പൊട്ടി തകർന്ന് താഴെ പോയി. ഒരുപാട് സ്റ്റോക്കുകൾ വാച്ച് ചെയ്തു. അതിൽ നിന്ന് നമ്മളെടുത്ത 2 സ്റ്റോക്ക്, എല്ലാ സ്റ്റോക്കുകളും താഴെ പോയി, നമ്മളെടുത്ത 2 സ്റ്റോക്കുകൾ താഴെ പോയി ഇരിക്കുവാണ്. എന്നാൽ സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടുമില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ട് ക്ലോസിംഗ് ബേസിൽ, അതിലേക്ക് പോയിട്ടുമില്ല, ഇങ്ങനെ ഇരിക്കുവാണ്. 1 മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ 1 കൊല്ലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല, മാർക്കറ്റിൽ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ക്യാഷ് ബ്ലോക്കാണ്. അതേസമയം ബാക്കി നമ്മൾ കണ്ടുവച്ച സ്റ്റോക്കുകളൊക്കെ കോസ്റ്റിലേക്ക് വരുന്നു, 5% പോകുന്നു, 10% പോകുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, എന്റെയൊക്കെ അനുഭവങ്ങളാണ്. ഒരുപാട് പേർക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ 1 മാസമൊക്കെ 1 കൊല്ലം പോലെ തോന്നും, അല്ലെങ്കിൽ 2 മാസം വെയിറ്റ് ചെയ്യുന്നു, 3 മാസം വെയിറ്റ് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് 2-3 കൊല്ലം പോലെയൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ നഷ്ടത്തിൽ വിൽക്കും, പുതിയ സ്റ്റോക്കിൽ കയറും, ചിലപ്പോൾ ഒക്കെ ലാഭം കിട്ടും, കുറെ ഇങ്ങനെ സംഭവിക്കും, കുറെ ലാഭം കിട്ടും. ലാസ്റ്റ് 1 ഇയർ അവസാനം നോക്കുമ്പോൾ ലാഭമില്ല, നഷ്ടമില്ല, ചിലപ്പോൾ വലിയ ലോസിലായിരിക്കും, ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റിലായിരിക്കും. പ്രോഫിറ്റിലാണെങ്കിൽ വളരെ സന്തോഷം, 1 രൂപയാണെങ്കിലും അത് പ്രോഫിറ്റ് ആണ്. പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഒന്നേ ലോസിലായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പോവും, മനസ്സും എടുത്ത് പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും. ഒന്നും ചെയ്യാനില്ല, ക്യാഷ് ബ്ലോക്കാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല 12,500 to 25,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു സ്റ്റോക്കിൽ. അതായത് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് എത്രയാണോ അതായിരിക്കണം നമ്മൾ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കിൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും, 500 രൂപയുടെ മുകളിലുള്ളതിന് 50,000 ഇൻവെസ്റ്റ് ചെയ്യും, 1000 രൂപയുടെ മുകളിലേക്ക് പോയി 25,000 ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അതിന് മുകളിലേക്ക് പോയാൽ 12,500 ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേല. അങ്ങനെയൊന്നും നമ്മൾ കാണരുത്. നമ്മൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുക വഴി നമുക്കുള്ള മെച്ചം, നമ്മൾ സ്റ്റോപ്പ് ലോസ് മനസ്സിൽ ക്ലോസിംഗ് ബേസിൽ കാണുക ഒരു സ്വിംഗ് ട്രേഡ് എടുക്കുമ്പോൾ. അല്ലാണ്ട് ഇപ്പോൾ ഇൻട്രാഡേ ഓപ്ഷൻ പോലെ റിസ്ക് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇടുക, അല്ലെങ്കിൽ അത് വന്ന് ഹിറ്റ് ചെയ്ത ഉടനെ സ്റ്റോപ്പ് ലോസ് ആയി, അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മളൊരു സ്റ്റോക്കിന്റെ ഷെയർ വാങ്ങുന്നു, നമ്മുടെ മരണം കഴിഞ്ഞാൽ നമുക്ക് മക്കൾക്ക് യൂസ് ചെയ്യാവുന്ന ഷെയർ ആണ്. അപ്പൊ ആ ലെവലിൽ നമ്മൾ വാങ്ങുക,
പക്ഷെ സ്വിംഗ് ട്രേഡാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു ഷോർട്ട് ടൈം പീരീഡിലേക്കാണ്. സ്റ്റോപ്പ് ലോസ് ക്ലോസിംഗ് ബേസിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പൊ ഇങ്ങനെ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള മെച്ചം, നമ്മളൊരു സ്റ്റോക്കിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ 12,500 to 25,000 ആണ്. അപ്പോൾ ഒരു 5% പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പകുതി വിൽക്കാം. വീണ്ടും അത് നമ്മുടെ ബൈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പകുതി വിറ്റ പകുതി വാങ്ങാം. വീണ്ടും 5% പോയാൽ പകുതി വിൽക്കാം, അല്ലെങ്കിൽ മുഴുവൻ വിൽക്കാം. ഇനി എനിക്ക് 5% മുകളിലേക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് എനിക്ക് കൊണ്ടുപോയി മാക്സിമം പ്രോഫിറ്റ് എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പല അവസരങ്ങളും നമുക്ക് സ്വിംഗ് ട്രേഡിൽ കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ലോ പ്രൈസിൽ ഒരു സ്റ്റോക്ക് മേടിക്കാനും ഏറ്റവും ഹൈ പ്രൈസിൽ അത് വിൽക്കാനും ആരെ കൊണ്ടും പറ്റില്ല. ഇതിന്റെ ഇടയിലെ ട്രേഡേഴ്സ് ആണ് നമ്മൾ. അപ്പൊ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോപ്പ് ലോസ് ക്ലോസിംഗ് ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പ്രോഫിറ്റ് വരുമ്പോൾ പകുതി വിൽക്കുന്നു, അല്ലെങ്കിൽ മുഴുവൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് ട്രയൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കുന്നു. കാരണം സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും ട്രയൽ ചെയ്യണം, കാരണം മാർക്കറ്റിൽ റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ഒരു സ്വിംഗ് ട്രേഡ് ഒരു 40 അല്ലെങ്കിൽ 50% പ്രോഫിറ്റിലേക്ക് പോയി, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല. സ്റ്റോപ്പ് ലോസ് നമ്മുടെ പറഞ്ഞ ക്ലോസിംഗ് ബേസിൽ നമ്മുടെ ബൈ പ്രൈസിന്റെ താഴെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. ഒരു 50% പ്രോഫിറ്റ് നിൽക്കുക. ഒരു യുദ്ധം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, ഒരു നെഗറ്റീവ് വന്നു ആ സ്റ്റോക്കിൽ, ഇത് അടിച്ച് ഒരു 20% പോകുന്നു. നമ്മുടെ എത്ര പ്രോഫിറ്റ് കുറഞ്ഞു? അതേസമയം നമ്മൾ 45% പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയും പ്രോഫിറ്റ് നമ്മൾ എടുത്തു. താല്പര്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി, ബിഗിനേഴ്സിന് വേണ്ടി, ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു മേഖലയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അല്ലാണ്ട് ഒരു സ്റ്റോക്കിൽ കൊണ്ടുപോയി 5 ലക്ഷം ഇടുക, ഒരു സ്റ്റോക്കിൽ കൊണ്ടുപോയി 10 ലക്ഷം ഇടുക, നമ്മൾ മേലേക്ക് ഇത് താഴെ പോയി കഴിയുമ്പോൾ ചുമ്മാ നോക്കിയിരിക്കുക, ഒന്നും ചെയ്യാനില്ല, കുറെ കഴിയുമ്പോൾ ലോസ് വിൽക്കുക, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാ, ഒരു കാര്യമില്ല. അപ്പൊ എപ്പം സിംഗിൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ തുടങ്ങിയോ, അത് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒരു സ്റ്റോക്കിനോട് നമുക്ക് സെന്റിമെന്റ്സ് ഇല്ല, നമ്മൾ ഹാർഡ് ഉണ്ടാക്കിയ ക്യാഷിനോട് മാത്രമേ നമുക്ക് സെന്റിമെന്റ്സ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുക വഴി നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിത്തുടങ്ങും. ചിലപ്പോൾ 1 ഇയർ കൊണ്ടോ 2 ഇയർ കൊണ്ടോ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആകും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക. 5% 6% പ്രോഫിറ്റ് വരുമ്പോൾ വിൽക്കുക, അല്ലെങ്കിൽ പകുതി വിൽക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചില ആളുകളുണ്ട് 10 സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഈ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നാൽ 9 എണ്ണം കയറി, അല്ലെങ്കിൽ 8 എണ്ണം അടിപൊളി പ്രോഫിറ്റ് തന്നു, 2 എണ്ണം ലോസിൽ നിൽക്കുക, എന്നാൽ സ്റ്റോപ്പ് ലോസിൽ പോകുന്നില്ല. അപ്പൊ ചിന്തിക്കേണ്ട കാര്യം, കുറെ നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഈ സാധനം കയറുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വിൽക്കാം. അതായത് നമ്മളൊരു 1 ഇയർ പെർസ്പെക്റ്റീവിലാണ് മാർക്കറ്റിനെ കാണുന്നത്. 1 ഇയർ കൊണ്ട് എൻ്റെ ക്യാപിറ്റൽ ഡബിൾ ആക്കുക, അല്ലെങ്കിൽ ഒരു 50% പ്രോഫിറ്റ് മേടിക്കുക എന്ന ലെവലിൽ നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയാ, 10 സ്റ്റോക്ക് എടുത്തു, 9 എണ്ണം കയറി, അല്ലെങ്കിൽ 8 എണ്ണം വിജയിച്ചു, 1 എണ്ണം ലോസിലാണ്. ചില ആൾക്കാർ അത് സ്റ്റോപ്പ് ലോസ് പോലും ഇടില്ല, അല്ലെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങില്ല, അത് താഴേക്ക് പോകുന്നു നോക്കിയിരിക്കും. അപ്പൊ സ്വിംഗ് ട്രേഡേഴ്സിന് ലോസ് സംഭവിക്കുന്നത് ഇവിടെയാണ്. എല്ലാം കയറണം, അവരെടുക്കുന്ന എല്ലാം കയറണം. അതുപോലെ അവർ വിറ്റ് കഴിഞ്ഞ് ഒട്ടും മുകളിലേക്ക് കയറി പോകാൻ പാടില്ല, പിന്നെ താഴേക്ക് ഇറങ്ങി വരണം. ഇങ്ങനെയൊക്കെയാ ചിന്തിക്കുക. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 2000 പ്രോഫിറ്റ് എടുത്തു, അപ്പൊ നമ്മൾ ഒരു 500 രൂപയുടെ ലോസ് കിടക്കുന്ന സാധനം വിറ്റ് കളയുക, ഒരു 500 രൂപ കണക്കാക്കി വയ്ക്കുക. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് 1500 ആണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഗ്രീൻ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക. നമ്മൾ അങ്ങനെ പ്രോഫിറ്റിലായിരിക്കുക, പ്രോഫിറ്റിൽ റൺ ചെയ്യുക. മാർക്കറ്റിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും, താഴ്ച ഉയർച്ച എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ ക്ലോസിംഗ് ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ ലാഭത്തിൽ വിൽക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ ലോസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ കാണേണ്ടത്. അത് ലോസ് ബുക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം, എന്നാലേ നമ്മൾ പ്രോഫിറ്റിലേക്ക് പോവുള്ളൂ. അല്ലാണ്ട് പ്രോഫിറ്റ് കാണുമ്പോഴേ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു, ലോസ് എത്ര വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു, അതിൽ കഥയില്ല. ലോസ് ബുക്ക് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പൊ ലോസിനെ നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടുവരാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഒരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുന്നത് വഴി നിങ്ങളുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനും ഒരു ആത്മവിശ്വാസവും എല്ലാം അങ്ങ് വർദ്ധിക്കും. നിങ്ങളൊരു നല്ല ലെവലിൽ, ഇതിപ്പോ ഞാൻ പറയുമ്പോൾ എത്ര നന്നായി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ ലെവലിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ
നമ്മൾ വളരെ ഉന്നമനത്തിലേക്ക് എത്തും. നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അല്ലാണ്ട് ഒരു സ്റ്റോക്കിനോട് സെന്റിമെന്റ്സ് വെച്ച് ഇന്ന സ്റ്റോക്കാണ്, അത് അടിപൊളി സ്റ്റോക്കാണ്, ഞാൻ ആ സ്റ്റോക്കിൽ ഒരു 1 ലക്ഷം നിക്ഷേപിക്കുന്നു, അല്ലെ 10 ലക്ഷം നിക്ഷേപിക്കുന്നു, എങ്ങാനും അതൊരു നെഗറ്റീവ് വന്നു താഴെ പോയി. അപ്പൊ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു സ്റ്റോക്കിനോട് സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല. മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു സ്റ്റോക്കിൽ 12,500 to 25,000 രൂപയുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇനി വലിയ ക്യാഷ് ഉള്ള ആൾക്ക്, ഇപ്പോൾ 1 കോടി രൂപയൊക്കെ കയ്യിലുള്ള ആൾക്ക് ഓരോ ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം ഒരു സ്റ്റോക്കിൽ. ഞാനൊരു 1 ലക്ഷം to 20 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ട്. നല്ല മൊമെന്റങ്ങൾ നോക്കി ട്രേഡ് എടുക്കുക. ആദ്യമൊക്കെ ഒരു 5%, 10% ഇറങ്ങി നല്ല നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക. കൂടുതൽ പ്രോഫിറ്റുകളിലേക്ക് ആ പ്രോഫിറ്റ് വെച്ച് റിസ്ക് എടുക്കുക. അപ്പം നമുക്ക് ഏത് റൂളാണ് ആപ്റ്റ് ആവുന്നത്, ഏത് റൂളാണ് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഇതുവരെ സ്വിങ്ങിൽ ലാഭകരമാണോ? അല്ലാണ്ട് ഒരിക്കലും നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റോക്കും ഒരിക്കലും വിജയിക്കില്ല. എല്ലാ സ്റ്റോക്കും പ്രോഫിറ്റിലേക്ക് എത്തില്ല. എന്നാൽ ചിലപ്പോൾ എല്ലാ സ്റ്റോക്കും പ്രോഫിറ്റിലേക്ക് എത്താം, മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് നമ്മുടെ ക്യാപിറ്റലിനെ എങ്ങനെ ഡബിളും ത്രിബിളും ആക്കാം. അതൊരു ലോങ് ടൈം ആണ്. 1 ഇയറോ 2 ഇയറോ 3 ഇയറോ. അല്ലാണ്ട് എനിക്ക് ഇന്ന് വന്ന് നാളെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പൈസ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ ഒരു മാസം എനിക്ക് നല്ല ലാഭം കിട്ടി, പിറ്റേ മാസം ഞാൻ സ്റ്റോപ്പ് ലോസ് പോലും കീപ്പ് ചെയ്യാണ്ട് ഒരു യുദ്ധം വന്നു, എല്ലാം താഴെ പോയി, ഞാൻ ഇട്ടിരിക്കുന്ന ക്യാഷ് ഭയങ്കര ക്യാഷാണ്, അത് 1, 2, 3 സ്റ്റോക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് സ്വിങ്ങിൽ പരാജയം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിരുത്തുക, മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക അത് അവരവരുടെ ക്യാപിറ്റൽ അനുസരിച്ച് അവരവർ നിശ്ചയിക്കുക. മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്യുക വഴി ലാഭമേ ഉണ്ടാകും. നഷ്ടസാധ്യത വളരെ കുറവായിരിക്കും. ഒരു 1 ഇയർ പെർസ്പെക്റ്റീവിൽ മാർക്കറ്റിനെ കാണുക. നമുക്ക് ബാങ്കിൽ ഇട്ടാൽ നമ്മുടെ ക്യാപിറ്റൽ എത്ര വർദ്ധിക്കും, അതിൻ്റെ ഒരു 10 ഇരട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു 50% കിട്ടിയാലും നമ്മൾ ഹാപ്പി ആയിരിക്കുക. അപ്പൊ ആ റേഞ്ചിൽ ചിന്തിച്ച് ആ ഒരു സെറ്റപ്പോടെ നമ്മൾ സ്വിംഗ് ട്രേഡിനെ സമീപിക്കുകയും അതുപോലെ മാർക്കറ്റിനെ സമീപിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ട്രാപ്പിൽ പെടാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആകാണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യുക, പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുക. ആ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുന്നതോടൊപ്പം ലോസുകൾ കുറച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3,000 4,000 പ്രോഫിറ്റ് എടുത്താൽ 1,000 രൂപയുടെ ലോസ് നമ്മൾ ഇപ്പറ കയറാണ്ട് കിടക്കുന്ന സാധനം മെല്ലെ മെല്ലെ ബുക്ക് ചെയ്ത് മാറുക. അങ്ങനെ നമ്മൾ അൾട്ടിമേറ്റ് പ്രോഫിറ്റിലായിരിക്കുക. ഒരു 1 ഇയർ കൊണ്ടോ 2 ഇയർ കൊണ്ടോ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആക്കാൻ ശ്രമിക്കുക. ഒരു 50% കിട്ടിയാലും നമ്മൾ ഹാപ്പി ആയിരിക്കുക. ഒരു ബാങ്കിൽ ഇട്ടാൽ 10 വർഷം കൊണ്ട് ഡബിൾ ആകുന്ന ക്യാപിറ്റൽ ആ 10 വർഷം കൊണ്ട് ചിലപ്പോൾ നമുക്ക് 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആക്കാൻ സാധിക്കും ഈ ലെവലിൽ ട്രേഡ് ചെയ്താൽ. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ലെവലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കാണുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രം. അപ്പൊ ഈ ലെവലിൽ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കുക, സ്വിംഗ് ട്രേഡ്. ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ്. ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.